ഒരു ഫ്യൂൽ ടാങ്കിൻ്റെ അകം എങ്ങനെയാണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ടാങ്കിന് നമ്മൾ കീറി മുറിക്കാൻ പോയാണ്. കയറ്റി വെച്ചിരുന്ന വണ്ടിയുടെ ആ റെസ്റ്റ് വന്ന ഫ്യൂൽ ടാങ്കാണ്. ഇതുപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻസൈഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഒരു റെസ്റ്റ് വന്ന ടാങ്കിൻ്റെ അവസ്ഥ. ഈ ഒരു കാണുന്ന പൈപ്പാണ് വാട്ടറിൻ്റെ ഡ്രെയിൻ ഹോസ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്ത സമയത്ത് ഇത് ബ്ലോക്ക് ആവാറുണ്ട്. ഇത് നല്ല രീതിയിലുള്ള റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഏരിയയൊക്കെ വെച്ചിട്ട് ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വീഴുന്ന വെള്ളമെല്ലാം ഇതുവഴി ടാങ്കിനകത്ത് ഇറങ്ങി വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. റെസ്റ്റ് വന്നിട്ട് ഫുള്ള് ഡാമേജ് ചെയ്യട്ടെ. ഇത് വണ്ടി കയറ്റി വയ്ക്കുമ്പോൾ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് വയ്ക്കണം. പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വേപ്പറായി പോകും. ഡീസൽ അടിച്ച് കഴിഞ്ഞാൽ റസ്റ്റും കാര്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ ഇപ്പോഴത്തെ പെട്രോളിൽ എഥനോൾ മിക്സാണ് വരുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മൾ ഫുൾ ടാങ്ക് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെയും പെട്രോളാണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ റസ്റ്റ് ഉറപ്പായിട്ടും വരും. ഡീസലിൽ എഥനോൾ മിക്സ്ഡ് ആണ്, എന്നാൽ പോലും അതിലൊരു ഓയിലി പോലെ ഒരു മയം ഉള്ളതുകൊണ്ട് നമുക്ക് ടാങ്ക് റസ്റ്റ് വരത്തില്ല. നിങ്ങൾക്ക് പലർക്കും ഒരു സംശയം കാണും, നമ്മൾ ഡീസൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഗൾഫിലൊക്കെ പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് വണ്ടി എടുത്തുകൊണ്ട് പോയി വർക്ക്ഷോപ്പിൽ കൊടുത്ത് ഈ ടാങ്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് പുതിയ പെട്രോൾ ഒഴിച്ചിട്ട് വേണം വണ്ടി യൂസ് ചെയ്യാനായിട്ട്.